അതായത് നമ്മുടെ KSFE-യുടെയും സെൻട്രൽ ബാറിന്റെയും തൃശ്ശൂരുള്ള നമ്മുടെ ടൗൺ ഹാളിന്റെ ബാക്കിലുള്ള ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, അതിന്റെ അവിടെയുള്ള കുഴിയാണത്. ഈ കുഴി കൂടെ ഒരാളും വണ്ടി ഓടിക്കില്ല. ഈ കുഴി കാണുമ്പോൾ അപ്പുറത്ത് കൂടെയാണ് എടുക്കുക. അപ്പോൾ തന്നെ ഇവിടെ അപകടം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു 5ഓളം അപകടങ്ങൾ നടന്ന് ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. ഒരു പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് കുഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ പണി കഴിഞ്ഞതിന് ശേഷം അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടുത്തെ തൃശ്ശൂർ കോർപ്പറേഷൻ ശ്രമിക്കാത്തതിന്റെ തെളിവാണത്. അതായത് ജനങ്ങളോട് അവർക്ക് എത്രത്തോളം പ്രതിബദ്ധത ഉണ്ടോ നോക്കൂ. ഇപ്പോ ഇവിടെയുള്ള കല്ലുകൾ അങ്ങോട്ട് തെറിച്ച് വീണിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ കുറെ കല്ലുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇങ്ങനെ പറക്കി എടുക്കാവുന്ന കല്ലുകളാണ് ഇവിടെ ഈ പറഞ്ഞ പോലെയൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കല്ലുകള് ഈ പറയുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ പോയിട്ട് ഉണ്ടായിട്ടുള്ള ഈ വിള്ളലുകൾ കണ്ടോ. റോഡിന്റെ ക്വാളിറ്റി ഇല്ലാത്ത, ഒരു വർഷം പോലും ആയിട്ടില്ല കേട്ടോ. ഒരു വർഷമായിട്ടുള്ളത് പണി കഴിഞ്ഞിട്ട് 6 മാസത്തോളം ഇതിന്റെ പണി തന്നെ ആയിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 5ഓളം ആക്സിഡന്റ്സ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കല്ലുകൾ തെറിച്ചിട്ടാണ് ഈ കുഴികൾ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ആ കുഴികൾ നോക്കിക്കോളൂ കേട്ടോ. ആ കുഴികൾ രൂപപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് വലുതായി 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 വരികയുള്ളൂ. ഇവിടെയൊക്കെ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ ഈ പറയുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ജനങ്ങൾക്ക് തന്നെ ഫൈൻ ഈടാക്കുന്നില്ലേ? അതേപോലെ ഇതിനൊക്കെ ഫൈൻ ഈടാക്കാനുള്ള സംവിധാനം കോടതി ഏർപ്പെടുത്തണം. അത് കോടതി എന്ന് പറയുന്നത് എന്നും സാധാരണ ജനത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വിത്ത് പ്രൂഫ് സഹിതം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനൊക്കെ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഇവിടെ കുഴികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കല്ലുകൾ തെറിച്ച് വീണ്ട് കേട്ടാ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് ടാർ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ 1 വർഷമായിട്ടുള്ള റോഡുകൾ തന്നെ വിണ്ടു തുടങ്ങി. അത്രയ്ക്ക് ബലമുള്ളൂ, ഒരു മഴേനെ പോലും താങ്ങാനുള്ള ശേഷിയില്ല. അതായത് കഴിഞ്ഞ മഴ ടൈമില് ടാർ ചെയ്ത റോഡ്, മഴ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ടാർ ചെയ്ത റോഡ് അടുത്ത മഴയായി കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് അവസ്ഥ. അപ്പോ ഇപ്പൊ പുതിയതായിട്ട് ടാർ ചെയ്തിട്ടുള്ള ഈ റോഡ് നോക്കൂട്ടോ. ഈ കല്ല് കണ്ടോ, ഈ കല്ല് ഇങ്ങനെ പറിച്ചെടുക്കാവുന്ന കല്ലുകളാണ് എല്ലാം. കണ്ടില്ലേ, ഇങ്ങനെ പറിച്ചെടുക്കാം. ആ രീതിയിലാണ് പുതിയതായിട്ട്, അതായത് ഇത് 4 മാസമായിട്ടുള്ള ടാർ ചെയ്തിട്ട് 4 മാസം കൊണ്ട് തന്നെ കല്ലുകൾ പറിച്ചെടുക്കാവുന്ന രീതിയിലാണ് പുതിയ ടാറിങ് സംവിധാനങ്ങൾ. ഇവിടെ ആരെ ബോധിപ്പിക്കാനാണ് ഈ കള്ളപ്പണി ചെയ്യുന്നത്? ഈ ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കാനാണോ തൃശ്ശൂർ കോർപ്പറേഷനും ഈ പറയുന്ന ഈ കോൺട്രാക്ടേഴ്സും ഒക്കെ ചെയ്യുന്നത്? ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്താ പറയാ, പ്രോപ്പർ ആയിട്ടുള്ള ഓഡിറ്റിങ്ങോട് കൂടിയിട്ട് പ്രോപ്പർ ഫിറ്റ്നസ് ഉള്ള റോഡുകൾ വേണം. ഒരു മഴ വരുമ്പോഴേക്കും തകരുന്ന രീതിയിൽ ഉള്ള റോഡുകളല്ല ഇവിടെ വേണ്ടത്. ടാർ ചെയ്തിട്ടുള്ള കല്ലുകൾ കണ്ട, ഈ വീണ് കിടക്കുന്നത് കണ്ട, ഇത് നോക്കിക്കോളൂ. കണ്ട, ഇങ്ങനെ പറിച്ചെടുക്കാം, ഇങ്ങനെ എടുത്ത് കൊണ്ടുപോവാം. ആൾക്കാർക്ക് ഇങ്ങനെ കല്ലുകളൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഉറപ്പില്ലാത്ത ടാറിംഗ് ആണ് പുതിയ ടാറിങ് പോലും. അപ്പോ ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബൈ.